ഇല്ലസ്ട്രേഷൻ 37 ആണ് ഇൻകം ഫ്രം സാലറി ചാപ്റ്ററിനുള്ളത്. അപ്പോൾ ഇതിൽ കുറച്ചധികം പെർക്വിസിറ്റ്സ് വരുന്നൊരു ക്വസ്റ്റ്യനാണ്. ഡീറ്റെയിൽസ് നോക്കുക. മിസ്റ്റർ ബാലു ഇസ് എൻ എംപ്ലോയി ഇൻ ബാംഗ്ലൂർ. ഗിവ് ദ ഫോളോയിങ് ഡീറ്റെയിൽസ്. സാലറി 35,000 പെർ മന്ത്. ബോണസ് ഉണ്ട്. ബോണസ് എപ്പോഴും എന്താ പെർ മന്ത് അല്ല, പെർ ആനുവൽ ആയിരിക്കും തരുന്നുണ്ടാവും. പിന്നെ DNS അലവൻസ് 1800 ഉണ്ട്. പിന്നെ എന്താണ് നെക്സ്റ്റ് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് വരുന്നുണ്ട്. ഇതൊക്കെ ഫുള്ളി ടാക്സബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് എമൗണ്ട് 21,000 ആണ് തന്നിട്ടുണ്ട്. അപ്പം RPF കോൺട്രിബ്യൂഷൻ നമുക്കറിയാം. എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ആണെങ്കിൽ അപ് ടു 12% ഓഫ് സാലറി വരെ എക്സംപ്റ്റഡ് ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് പെർസെൻറ്റേജ് തന്നിട്ടില്ല. 12%, 14%, 11% നമ്മുടെ പെർസെൻറ്റേജ് തന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് നോക്കുക, ബേസിക് സാലറി ആയിട്ടുള്ള 4,20,000 12% എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യും. അപ് ടു ദാറ്റ് ലിമിറ്റ് എന്തായിരിക്കും? എക്സംപ്റ്റഡ് ആയിരിക്കും. നമ്മുടെ RPF എംപ്ലോയറിൻ്റെ കോൺട്രിബ്യൂഷൻ എക്സംപ്റ്റഡ് ആയിരിക്കും. ഇപ്പോൾ 4,20,000 12% ആണ്. അതിനും ബിലോ ആണെങ്കിൽ 21,000 എന്നുണ്ടെങ്കിൽ ടാക്സബിൾ അല്ല. 21,000 ടാക്സബിൾ അല്ല. അതിന് കൂടിയ എമൗണ്ടാണ് 21,000 എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ എമൗണ്ട് ടാക്സബിൾ ആയിട്ട് മാറും. ഓക്കെ. ദെൻ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടു പ്രൊവിഡൻറ്റ് ഫണ്ട് ഇത് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടാണ്. എംപ്ലോയീൻ്റെ കോൺട്രിബ്യൂഷൻ നമ്മളിപ്പോൾ സാലറിയിൽ ട്രീറ്റ് ചെയ്യേണ്ട. നമുക്ക് ടോട്ടൽ ഇൻകം കാണുന്ന സമയത്താണ് ATCയിലെ എക്സംഷൻ കിട്ടുന്നത്, ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. ദെൻ ഇൻട്രസ്റ്റ് ഓൺ പ്രൊവിഡൻറ്റ് ഫണ്ട് 12% ആണ്. അത് എമൗണ്ട് തന്നിട്ടുള്ളത് 21,000 ആണ്. ഇൻട്രസ്റ്റ് 9.5% വരെയാണ് എക്സംപ്റ്റഡ്. ഇൻ എക്സസ് ഓഫ് 9.4% ടാക്സബിൾ ആയിരിക്കും. ദെൻ പേഴ്സണൽ എക്സ്പെൻസ് ഓഫ് മിസ്റ്റർ ബാലു സൺ പെയ്ഡ് ബൈ എംപ്ലോയർ പെർക്വിസിറ്റ് ആണ്. ദെൻ rent free unfurnished house provided by the employer, annual rent 36,000. ഓക്കെ. RFൻ്റെ കാൽക്കുലേഷനാണ്. അതിൽ ആനുവൽ റെൻറ്റ് വന്നിട്ടുണ്ട്. അതായത് എംപ്ലോയർ ഓൺ ചെയ്യുന്നതല്ല, എംപ്ലോയർ ലീസിനെടുത്തിട്ട് എംപ്ലോയിക്ക് കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ അവിടെ നമ്മൾ നോക്കേണ്ടത് 10% ഓഫ് സാലറി ഓർ ആക്ച്വൽ റെൻറ്റ് പെയ്ഡ് ബൈ ദ എംപ്ലോയർ വിച്ച് എവർ ഈസ് ലെസ്. അതായിരിക്കും റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ എന്നുള്ള ഒരു പെർക്വിസിറ്റിൻ്റെ വാല്യൂ ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്. ദെൻ വാച്ച്മാൻ എൻഗേജ്ഡ് ബൈ ദ എംപ്ലോയർ ഫോർ ദ റെസിഡൻസ് ഓഫ് മിസ്റ്റർ ബാലു. ടോട്ടൽ സാലറി പെയ്ഡ് ടു ഹിം ബൈ എംപ്ലോയർ ഡ്യൂറിംഗ് ദ ഇയർ 4,000 ഉണ്ട്. വാച്ച്മാൻ എന്ന് പറയുന്നത് എന്താണ്? ഫുള്ളി ടാക്സബിൾ ആയിട്ടുള്ള പെർക്വിസിറ്റാണ്. ദെൻ മെഡിക്കൽ എക്സ്പെൻസ് ഓഫ് മിസ്റ്റർ ബാലു പെയ്ഡ് ബൈ ദ എംപ്ലോയർ ഇൻ എ ഗവൺമെൻറ് ഹോസ്പിറ്റൽ 600. അവിടെ മെഡിക്കൽ എക്സ്പെൻസ് ആണ്. മെഡിക്കൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് പെർക്വിസിറ്റാണ്. പക്ഷേ ഗവൺമെൻറ് ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് പെർമിറ്റ് ചെയ്തിരിക്കുന്ന ഹോസ്പിറ്റൽസിലോ എംപ്ലോയറുടെ ഹോസ്പിറ്റൽസിലോ ആണ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഫുള്ളി ടാക്സ് ഫ്രീ ആയിട്ടുള്ള പെർക്വിസിറ്റ് ആയിരിക്കും. അപ്പോൾ ഇത് ഗവൺമെൻറ് ഹോസ്പിറ്റൽ ആയതുകൊണ്ട് 600 എന്ന് പറയുന്നത് ടാക്സ് ഫ്രീ ആണ്. ദെൻ ഫ്രീ റിഫ്രഷ്മെൻറ്റ് ഡ്യൂറിങ് ദ ഓഫീസ് അവേഴ്സ് റിഫ്രഷ്മെൻ്റ് ആണ്. ദെൻ ക്ലബ് ബില്ല് ഓഫ് ദ SSC പെയ്ഡ് ബൈ ദ എംപ്ലോയർ ക്ലബ് ബില്ല് പെർക്വിസിറ്റ് ആണ്. ദെൻ യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ കോൺട്രിബ്യൂട്ടഡ് ബൈ ദ എംപ്ലോയർ. ഇതൊക്കെ നമ്മൾ അതിൽ എഴുതിയിട്ടുണ്ട്, പെർക്വിസിറ്റ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പെർക്വിസിറ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ്, ടാക്സബിൾ ആണ്. ദെൻ ഹി ഡെപ്പോസിറ്റഡ് 12,000 ഇൻ PPF പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട്. പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ടും എംപ്ലോയീൻ്റെ കോൺട്രിബ്യൂഷനാണ് പറഞ്ഞിട്ടുണ്ട്, എംപ്ലോയറുടല്ല. അപ്പോൾ നമ്മളിപ്പോൾ എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് ഡിഡക്ഷൻ കിട്ടുന്ന കേസസാണ്. He was provided in the rent-free house for 8 months during the 2024-25, after which he shifted to his own house. ഈ റെൻറ്റ് ഫ്രീ ഹൗസിൽ ഇയാൾ താമസിച്ചിരിക്കുന്നത് 8 മാസത്തേക്കാണ്. He continued to enjoy the facility of the watchman for own house also. Compute taxable income from salary. ആൻസർ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ബേസിക് സാലറി ഉണ്ട്, ബോണസ്, DA, എൻ്റർടൈൻമെൻറ്റ്. ഇതിലൊന്നും പ്രത്യേകിച്ച് ഡിഫറൻസസ് ഇല്ല. നമ്മൾ ഓൾറെഡി ഇവിടെ തന്നിരിക്കുന്ന എമൗണ്ട് തന്നെയാണ്. ദെൻ നെക്സ്റ്റ് ഉള്ളത് RPFൻ്റെ കാൽക്കുലേഷനാണ്. RPFിൻ്റെ പറഞ്ഞത് ഇൻട്രസ്റ്റിൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ ഇൻ എക്സസ് ഓഫ്
9.5% ടാക്സബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലാണെങ്കിൽ 12% കൊടുത്തിട്ടുള്ളത്. 12% ആണ് 21,000 നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 21,000-ൽ എക്സസ് ഓഫ് 9.5% എന്ന് പറയുമ്പോൾ എത്ര ഉണ്ടാവും? 2.5% ഉണ്ടാവും. ആ എക്സ്ട്രാ 2.5% നമ്മൾ എന്ത് ചെയ്യുന്നു? 21 എന്ന ഈ 2,400 2,400-ൽ എക്സ്ട്രാ ഉള്ള 2.5% ടാക്സബിൾ ആണ് ഇൻ എക്സസ് ഓഫ് 9.5 എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാകും? 2,400 ഇൻറ്റു 12/2.5 ആണ്. അതെങ്ങനെയാണെങ്കിൽ നമുക്ക് കാണാം. ആ എക്സ്ട്രാ എമൗണ്ട് എന്ത് ചെയ്യുക? നിങ്ങൾ ടാക്സബിളായിട്ടാണ് എടുക്കേണ്ടത്. ഇനി ഇവിടെ എംപ്ലോയറിൻ്റെ കോൺട്രിബ്യൂഷൻ പറഞ്ഞിട്ടുണ്ട്. എംപ്ലോയറിൻ്റെ കോൺട്രിബ്യൂഷൻ നമ്മൾ എങ്ങനെയാണ് നോക്കുന്നത്? സാലറിൻ്റെ ബേസിക് സാലറിൻ്റെ 12% എത്രയെന്ന് നോക്കാം. 50,400 ആണ്. ആൻഡ് ഇവിടെ എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് 21,000 ആണ്. സോ ബിലോ ലിമിറ്റാണ്. 50,400-നേക്കാൾ കുറവാണ്. 21,000 ആ ലിമിറ്റിൻ്റെ ഉള്ളിലാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ടാക്സബിൾ അല്ല. അപ്പോൾ 50,400-ൽ കൂടുതലാണ് എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഇൻ എക്സസ് ഓഫ് 12% ഓഫ് സാലറിയാണ് എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ആ എക്സസ് എമൗണ്ട് നമ്മൾ ടാക്സബിളാക്കി മാറ്റുകയായിരുന്നു. ഇത് 21,000 മാത്രം ആയതുകൊണ്ട് നമുക്ക് എന്തെടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു കാൽക്കുലേഷനിലേക്ക് എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ്റെ പെർക്വിസിറ്റായിട്ട് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സാലറിൻ്റെ പാർട്ടായിട്ട് മാറുന്നില്ല. ഓക്കെ. പിന്നെ അടുത്ത പെർക്വിസിറ്റ് സൺസ് എക്സ്പെൻസ് ആണ്. അത് പറഞ്ഞു 1,000 എന്ന് പറയുന്നത് ടാക്സബിളാണ്. പിന്നെ റെൻറ്റ് ഫ്രീ ഹൗസ് ഉണ്ട്. റെൻറ്റ് ഫ്രീ ഹൗസ് അൺഫർണിഷ്ഡ് ഹൗസ് പറഞ്ഞിട്ടുണ്ട്. അത് ഓൺഡ് ബൈ എംപ്ലോയർ അല്ല, ലീസിന് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് നോക്കണം? 10% ഓഫ് സാലറി നോക്കണം. 10% ഓഫ് സാലറി എന്ന് പറയുമ്പോൾ റെൻറ്റ് ഫ്രീ ഹൗസിൻ്റെ സാലറി കാൽക്കുലേഷൻ എന്ന് പറയുന്നത് പെർക്വിസിറ്റ്സ് ഒഴികെ ബാക്കി എല്ലാം വരും. ഡി ആണെങ്കിൽ ആസ് പെർ ടേംസ് ഓഫ് എംപ്ലോയ്മെൻ്റ് ആണ്. ഇതല്ലാത്ത എല്ലാ ടാക്സബിൾ അലോവൻസസും പിന്നെ ബേസിക് സാലറി അതുപോലെ അതർ മോണിറ്ററി ബെനിഫിറ്റ് എല്ലാം ആഡ് ചെയ്തിട്ടാണ് RFൻ്റെ സാലറി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഇപ്പോൾ ഇതിലാണെന്നുണ്ടെങ്കിൽ സാലറി ഉണ്ട്, ബോണസ് ഉണ്ട്. ഡി എ എടുക്കാൻ പറ്റില്ല. ഡി എ ആസ് പെർ ടേംസ് ഓഫ് എംപ്ലോയ്മെൻ്റ് ആണെങ്കിൽ എടുക്കാൻ പറ്റില്ല. പിന്നെ എൻ്റർടൈൻമെൻറ്റ് അലോവൻസ് ഉണ്ട്. അപ്പോൾ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് സാലറി എത്ര എന്നുള്ളത് കിട്ടുക. ആ സാലറീൻ്റെ 10% എന്ന് പറയുന്നത് 43,200. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 4,32,000 കിട്ടും. അതിൻ്റെ 10% 42,200. അവിടെ നോക്കേണ്ടത് 10% ഓഫ് സാലറി ആണോ അല്ലെങ്കിൽ ആക്ച്വൽ റെൻ്റ് ആണോ, വിച്ച് ഈസ് ലെസ്, ഇതാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ഇതിൽ ഇനി ഇതിൽ 10% ഓഫ് സാലറി എന്ന് പറയുമ്പോൾ ഇത് ടോട്ടലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ടോട്ടൽ 10% ഓഫ് സാലറി കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ 8 മന്തിലാണ് കാൽക്കുലേഷൻ നടത്തുന്നത്. അല്ലെങ്കിൽ 8 മന്തിലേക്കാണ് RFA യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 43,200 ഇൻറ്റു 8/12 ചെയ്താൽ നമുക്ക് 8 മാസത്തേക്കുള്ളത് കിട്ടും. 8 മാസത്തേക്കുള്ള RFA ആണ് നമുക്ക് കിട്ടുന്നത്. ദെൻ അതിൻ്റെ മന്ത്ലി എന്താണ് എക്സ്പെൻസ് അല്ലെങ്കിൽ എമൗണ്ട് എന്ന് പറയുന്നത് 36,000 ആണ്. ഓക്കെ. അപ്പോൾ അതിൽ ലീസ്റ്റ് എമൗണ്ട് 28,800 ആണ് വാല്യൂ ഉണ്ടായിരിക്കുക. ഇനി അതായത് പെർക്വിസിറ്റിൻ്റെ വാല്യൂ. നെക്സ്റ്റ് വാച്ച്മാൻ, ദെൻ ക്ലബ് ബില്ല്, കോൺട്രിബ്യൂഷൻ ടു യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ ഒക്കെ പറയുന്നത് പെർക്വിസിറ്റാണ്. അതൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ പെർക്വിസിറ്റിൻ്റെ അണ്ടറിൽ, ടാക്സബിൾ പെർക്വിസിറ്റിൻ്റെ അണ്ടറിൽ. അപ്പോൾ അതൊക്കെ നമ്മൾ ആഡ് ചെയ്യേണ്ട ഐറ്റംസ് ആണ്. ദെൻ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 ലെസ് ചെയ്യാനും ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടെത്തേണ്ട കാര്യം എന്ന് പറയുന്നത് നോക്കേണ്ടത് RPFൻ്റെ കാൽക്കുലേഷൻ ശ്രദ്ധിക്കണം. RPFൻ്റെ എംപ്ലോയർ കോൺട്രിബ്യൂഷനും ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്ര നമുക്ക് നോക്കണം. അതുപോലെ റെൻറ്റ് ഫ്രീ ഹൗസിൻ്റെ കാൽക്കുലേഷൻ എത്രയാണ്, അതിൻ്റെ സാലറി എത്രയാണ്, എത്ര മാസത്തേക്കാണ്, പിന്നെ റെൻറ്റിനാണ് അല്ലെങ്കിൽ ഓൺഡ് ബൈ എംപ്ലോയറാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നോക്കാം.